പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 2 മണിക്ക് ലോക്സഭയിൽ സംസാരിക്കും. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിശദീകരിക്കും. ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആസിഫ് മുഹമ്മദ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആസിഫ്, പശ്ചിമേഷ്യൻ സംഘർഷം അതേപോലെ തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇന്ധനക്ഷാമം അതിരൂക്ഷമാണ്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറിന്റെ ക്ഷാമമൊക്കെ അത്തരത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽ പ്രധാനമന്ത്രി ഒരു വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാമോ? രാജ്യം എടുക്കുന്ന നിലപാടുകളെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി വ്യക്തമാക്കുമോ വിവരങ്ങൾ? തീർച്ചയായും ഇന്ന് അത്തരത്തിലൊരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. കാരണം ഇന്നലെ ചേർന്ന യോഗത്തിൽ 13 മന്ത്രിമാരുടെ അടക്കം യോഗമാണ് ഇന്നലെ ചേർന്നത്. 4 മണിക്കൂർ നീണ്ടുനിന്ന യോഗം ചേർന്നു. അതിൽ ഹ്രസ്വകാല പദ്ധതിയും ദീർഘകാല പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രതിസന്ധി ഒരു സാധാരണ പ്രതിസന്ധിയായി രാജ്യം കാണുന്നില്ല. ഈ യുദ്ധം നീണ്ടു നിൽക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്നലെ ദീർഘമായ യോഗം ചേരുകയും ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി സ്വാഭാവികമായും രാജ്യത്തെ അറിയിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയും. ഇതിൽ 2 തരത്തിലുള്ള തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഹ്രസ്വകാല പദ്ധതി താൽക്കാലികമായി ഈ ഒരു ഇന്ധനക്ഷാമം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ നേരിടാം എന്നുള്ള ഒരു കാര്യമാണ് ചർച്ച ചെയ്തത്. അത് LPG വിതരണം അടക്കം രാജ്യത്ത് ശക്തമാക്കാനും അത് കേന്ദ്രീകൃതമായി എവിടെയൊക്കെയാണോ കുറവുള്ളത് ആ രീതിയിൽ കണ്ടെത്തി തന്നെ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു ഹ്രസ്വകാല പദ്ധതി ആദ്യഘട്ടത്തിൽ രൂപം നൽകുക എന്നുള്ളത് തന്നെയാണ് രാജ്യം ലക്ഷ്യം വെച്ചത്. അത്തരത്തിലൊരു ഹ്രസ്വകാല പദ്ധതി രൂപം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ദീർഘകാല പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താൽക്കാലികമായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അനുമതി നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യ തേടുന്നുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയുടെ കൂടുതൽ കപ്പലുകൾ കടത്തിക്കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അത് കടത്തി വിടാനുള്ള ഇറാനുമായുള്ള ചർച്ചകളടക്കം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കവും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിക്കാൻ ആവശ്യമായുള്ള നടപടികൾക്ക് കാലതാമസം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് രാജ്യം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഹ്രസ്വകാല പദ്ധതിയും ദീർഘകാല പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ രൂപം നൽകുകയും ചെയ്തിട്ടുള്ളത്. അത് രാസവളം അടക്കമുള്ള ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആവശ്യമായുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിൽ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അതും ഏത് തരത്തിൽ വേണമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനമെടുക്കുകയും അതും രാജ്യത്തെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്നും രാജ്യത്തോട് വിശദീകരണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അമേരിക്കയുമായി ഉണ്ടാക്കിയ ചില കരാറുകളടക്കം രാജ്യത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ഇക്കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സാഹചര്യത്തിൽ രാജ്യത്തോട് എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് തരത്തിലായിരിക്കും രാജ്യം ഇതിനെ അഭിമുഖീകരിക്കുക എന്നതും ഹ്രസ്വകാല നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്നും ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഊർജ്ജ പ്രതിസന്ധി അടക്കം പരിഹരിക്കാൻ ആവശ്യമായുള്ള ദീർഘകാല പദ്ധതികൾ എന്താണ് എന്നുള്ള കാര്യത്തിലും ഒരു വിശദീകരണം ഇന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് കരുതാൻ കഴിയുന്നത്.